കഴുത്തിലെ തേയ്മാനം എന്ന് കേട്ടിട്ടുണ്ടോ? ആ പേഷ്യൻ്റ് ഒരു 40-45 വയസ്സുണ്ടായിട്ടുള്ളൂ കേട്ടോ. അയാൾ ഒ പിയിൽ വന്നു. എന്നിട്ട് കഴുത്ത് വേദനയായിരുന്നു മെയിൻ പ്രശ്നം. ഒരു 5-6 വർഷമായിട്ട് ചെറുതായിട്ട് കഴുത്ത് വേദന ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട്. കയ്യിൽ നല്ല തരിപ്പുണ്ട്. ബട്ടൺസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല. ചെറിയ പേനയൊന്നും പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ചോദിക്കുമ്പം നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ചവിട്ട് കിട്ടായിക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇത് സാധാരണ രീതിയിൽ ഈ കഥകൾ കേട്ടാൽ കഴുത്തിലെ തേയ്മാനം എന്നാണ് നമ്മളെ സംശയം ഉണ്ടാവുക. MRI എടുത്ത് നോക്കി പറഞ്ഞ പോലെ തന്നെ നല്ല അമർച്ചയുണ്ട്. എല്ലിൻ്റെയും അതിനിടയിലുള്ള ഡിസ്കിൻ്റെയും ഒക്കെ തേയ്മാനങ്ങൾ കാരണം സുഷുമ്ന നാഡീൻ്റെ മുകളിൽ നല്ല അമർച്ചയുണ്ട്. ഇതിനുള്ള ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജ് ചെറിയ തരിപ്പും വേദനയൊക്കെ ആണെങ്കിൽ മരുന്ന് കൊടുത്ത് നോക്കാം എന്നുള്ളതാണ്. പക്ഷേ ഇപ്പം ഇദ്ദേഹത്തിനൊക്കെ ഉള്ള പോലെ ചെറിയ തോതിൽ വീക്ക്നെസ്സിൻ്റെ അംശം, കയ്യിൽ ശക്തിക്കുറവൊക്കെ പറയുമ്പോൾ അതിന് ഉള്ള ചികിത്സ അവിടെ തുറന്നു കൊടുത്ത് അമർച്ച മാറ്റിയതിന് ശേഷം സ്ക്രൂ ഇട്ട് ഉറപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്ത് അദ്ദേഹം പേഷ്യൻ്റ് ഇമ്പ്രൂവ് ആയി പോയി. സ്ക്രൂ ഇട്ട് ഉറപ്പിച്ച് അയാളെ കുഴപ്പമില്ലാതെ പിന്നെ ഒ പിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, കയ്യിലെ തരിപ്പ് പല ആളുകൾക്കും ഉണ്ട്. അത് എല്ലാ കയ്യിലെ തരിപ്പും കഴുത്തിൻ്റെ തേയ്മാനം കൊണ്ട് സംഭവിക്കുന്നതല്ല. ഇപ്പോൾ ഈ കാർപ്പൽ ടണൽ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട് ഇവിടെ ബാധിക്കുന്നത്. അതല്ലെങ്കിൽ ഈ ഞരമ്പുകളെ ബാധിക്കുന്ന അസുഖങ്ങൾ, ഇപ്പം ഡയബറ്റിസ് പോലെയുള്ള അസുഖങ്ങൾ ഞരമ്പിനെ ബാധിച്ചിട്ടുള്ളതാവാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് തരിപ്പ് വരും. പക്ഷെ ഈ പറഞ്ഞൊരു സ്പെക്ട്രം, കഴുത്തിലെ വേദന, അതേപോലെ കയ്യിലെ തരിപ്പ്, നടക്കാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അത് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. നിങ്ങൾക്ക് അതുപോലത്തെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആളുകൾക്ക് ഇതുപോലത്തെ സിംറ്റംസ് വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ബൈ.